ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ചധികം ദിവസമായി ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടെന്ന് എനിക്കറിയാം. കുറച്ചധികം തിരക്കുകളായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ നിന്നാണ് കേട്ടോ. ഞങ്ങളൊരു കൊറിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു ഇവിടെ. ഞാനും ദിവി ചേച്ചിയും ഉണ്ടായിരുന്നു. പിന്നെ മനോജാണ് കൊറിയോ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡാൻസിന് വേണ്ടിയിട്ട് കൊറിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയമാണ് കേട്ടോ. ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, അവർക്ക് പർച്ചേസിങ് ഉണ്ടായിരുന്നു. മനോജിനാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ടാണ് വന്നത്. ഇത് നമ്മുടെ രാമചന്ദ്ര ഷോപ്പിംഗ് മോളാണ് കേട്ടോ. തിരുമലയിലുള്ള രാമചന്ദ്ര ഷോപ്പിംഗ് മോളാണ്. ഇവരുടെ ഈസ്റ്റ് ഫോർട്ട് നമ്മളെപ്പോഴും പോകുന്നതാണ്. പോത്തീസിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈസ്റ്റ് ഫോർട്ട് വരുന്നത്. അപ്പം നമുക്ക് സാധാരണക്കാർക്ക് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ രാമചന്ദ്ര. പോത്തീസിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ റേറ്റിനായിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥാപനമാണ്. നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാർക്ക് വന്ന് പോകാൻ പറ്റുന്ന, വാങ്ങിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഷോപ്പാണ്. അങ്ങനെ അവിടെ കയറി. നമുക്ക് സ്റ്റുഡിയോയുടെ അടുത്താണ്, അതുകൊണ്ട് തന്നെ അവിടെ കയറി. എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ ഉള്ളൂ ഷോപ്പിലോട്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അത്യാവശ്യത്തിനൊക്കെ വന്ന് പോകാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ കയറി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ പോയി. ഇത് അടുത്തൊരു ദിവസമാണ്. എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു, ബ്രൈഡൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിനായിട്ട് പോയിട്ട് ഞാനിങ്ങനെ ഗ്രീൻ റൂമിൽ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്ത് ചുമ്മാ എടുത്തതാണ് കേട്ടോ. വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാവിലത്തെ മോർണിംഗ് വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാരി ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നല്ലോണം പോസ്റ്റ് ആവും. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിനിടയിൽ നമ്മൾ അങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് എടുത്താണ്. എനിക്ക് അവിടെ ഒരു കൂട്ടുണ്ടായിരുന്നു കേട്ടോ. ആളെ കാണിച്ചു തരാം. ഇതാണ് ആള്. പുള്ളിക്കാരത്തി ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഇങ്ങനെ നോക്കും, ഞാനവിടെ ഉണ്ടോ പോയോ എന്നൊക്കെ വന്ന് നോക്കുന്ന ഒരാളാണ്. എനിക്കിടയ്ക്കൊക്കെ കമ്പനി വന്ന് തരും. അങ്ങനെ വന്നിട്ട് കിട്ടിയൊരു കൂട്ടാണത്. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു. ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. അടുത്ത ദിവസം എൻ്റെ മോൾ എന്നോട് കുറേ നാളായിട്ട് പറയുന്നു, അമ്മ എനിക്ക് ഹെയർ ഒന്ന് ഷോർട്ട് ചെയ്യണം, അതായത് ഹെയർ കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഞാൻ പാർലർ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവളുടെ ഹെയർ കട്ടും അത്യാവശ്യം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും വിചാരിച്ചു എന്നാൽ അവൾ പുറത്തൊരു പാർലറിൽ കൊണ്ടുപോയിട്ട് അവൾക്കൊരു സർവീസ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം എനിക്കും പണി എളുപ്പമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം പൊതുവേ എനിക്കും മോൾക്കും ഒക്കെ ലോങ് ഹെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ കാര്യം പോട്ടെന്ന് വയ്ക്കാം. പക്ഷേ കുട്ടികൾക്ക് ആകുമ്പോഴത്തേക്കിന് അവർ പഠിക്കുന്ന സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരാകുമ്പോൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മുമ്പൊക്കെ ആണെങ്കിൽ പിന്നെയും ടൈം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം തീരെയും ടൈം കിട്ടാണ്ടായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം നല്ല ബുദ്ധിമുട്ടാണ്. ഹെയർ കെയർ ചെയ്യാനായിട്ടൊക്കെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ചു പിന്നെ ഹെയർ ഒന്ന് ഷോർട്ട് ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ തന്നെയാണ്. മുന്നേ ഒരു തവണ അവൾക്ക് ഹെയർ കട്ടൊക്കെ ഞാൻ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് വീണ്ടും ലോങ് ആയിട്ട് ഹെയർ അങ്ങനെ വളർന്ന് കുറേ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോർട്ടാക്കി കൊടുക്കാം, അവർക്ക് മാനേജ് ചെയ്യാനായിട്ടും ഒരു ഈസി ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് പുറത്ത് പോയിട്ട് അങ്ങനെ ഒന്നും ചെയ്യാം. നമ്മൾ ഷോർട്ട് ഹെയറിൽ ഇപ്പോൾ പരീക്ഷിക്കാനായിട്ട് പോകുമ്പം നമുക്ക് റിസ്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ലോങ് ഹെയർ ഒക്കെ കൊണ്ടു ചെന്ന് കൊടുത്താൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. അപ്പം കുറേയൊക്കെ വെട്ടിക്കളഞ്ഞ് ആകെ നാശമാക്കി തരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലോങ് ഹെയർ കൊണ്ട് കൊടുക്കാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോങ് ഹെയർ ഒക്കെ ഉള്ള സമയത്ത് ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഷോർട്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ പാർലറിൽ കൊടുത്തിട്ട് അതന്നെ ഒന്ന് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വീട്ടിനടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥാപനമാണ്. അവിടെ പോയിട്ട് നന്നായിട്ട് ഹെയർ കട്ട് ചെയ്തു. അപ്പോൾ ഹെയർ കട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചൊരു സ്പായും കൂടെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു സ്പായും കൂടെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കിങ്ങനെ ലെയർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഫ്രണ്ടിൽ ബാങ്ക്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക്സും കൂടെ ഒക്കെ വെട്ടി കൊടുക്കുകയാണ് പുള്ളിക്കാരത്തി നല്ല സർവീസാണ് കേട്ടോ. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു പേര് പറഞ്ഞു, പേരെനിക്ക് ഓർമ്മയില്ല. നല്ല ഒരു പേരായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തെ തിരുമലയുള്ള സ്റ്റെയിൻ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള പാർലറാണ് കേട്ടോ. പുള്ളിക്കാരത്തി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിനുശേഷം ഹെയർ നന്നായിട്ട് സ്പായൊക്കെ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്പാ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വീട്ടിൽ ഞാൻ സ്പാ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് ഹീറ്റൊന്നും അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ അവർ സ്പാ കഴിഞ്ഞിട്ട് ഹീറ്റും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല മസാജും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അത്രയ്ക്കുള്ളതിലേ ചെയ്യുള്ളൂ. നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുമ്പോൾ, പുറത്ത് പോയി ചെയ്യുമ്പം അവർ അതിനനുസരിച്ചുള്ള രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ സർവീസ് നല്ലതായിരിക്കും. അപ്പോൾ അതൊന്ന് എൻജോയ് ചെയ്തോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ചെയ്തിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഹെയർ കട്ട് കഴിഞ്ഞപ്പോൾ ആളിത്തിരി ഹാപ്പി ആയിട്ടുണ്ട്. ഷോർട്ടാക്കിയപ്പോൾ ഹാപ്പി ആയിട്ടുണ്ട്. കാര്യം എത്രയാണെന്ന് വെച്ചാലും നമ്മൾ പണ്ട് തൊട്ടേ ഈ ഒരു ലോങ് ഹെയറിൽ കണ്ട് ശീലമായതുകൊണ്ട് നമുക്ക് ഷോർട്ട് ഹെയർ വരുമ്പോഴത്തേക്കിന് ഒരു സന്തോഷം ഉണ്ടാവും.
നമ്മുടെ ഒരു ലുക്ക് തന്നെ മാറും. അപ്പോൾ ഞാനും ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു മേക്ക് ഓവറൊക്കെ ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഹെയർ ഒന്ന് ഷോർട്ടാക്കിയിട്ട് ചെറുതായിട്ട്, ഒരുപാട് ഷോർട്ടാക്കല്ലെങ്കിലും ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന പോലെ ഒരു ചെറിയൊരു ഷോർട്ടാക്കിയിട്ട് ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാര്യം ഞാൻ ജനിച്ച നാൾ തൊട്ട് എനിക്കറിയുന്ന കാലം വരെ, ഞാനിപ്പോൾ ഈ ഒരു പ്രായം വരെ ഞാൻ ലോങ് ഹെയറിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഷോർട്ട് ഹെയർ എന്ന് പറഞ്ഞൊരു ലുക്കേ ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം ഈ വർഷം ഇങ്ങനെ പോട്ടെ, ഇതിപ്പോൾ കഴിയാറായല്ലോ, ഈ വർഷം കഴിയാറായി. ഞാൻ അടുത്ത വർഷത്തേക്കൊരു മേക്ക് ഓവറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറ്റിയാൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ മോളുടെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. മോൾക്ക് അങ്ങനെ ഷോർട്ട് ഹെയർ, ഞാൻ അവൾക്ക് ജനിച്ചപ്പം ചെറുതായിട്ട് മുടി കുറവായിരുന്നു. പിന്നെ അങ്ങോട്ട് നന്നായിട്ട് മുടി വളർന്നു തുടങ്ങിയതിന് ശേഷം പിന്നെ അങ്ങനെ ഷോർട്ട് ഹെയർ തീരെ കാണാറില്ലായിരുന്നു. നന്നായിട്ട് ലോങ് ഹെയർ തന്നെ ഉണ്ടായിരുന്നു അവൾക്കും. അപ്പോൾ അതിന് ശേഷം പിന്നെ വെട്ടൽ വളരെ കുറവാണ്. കാര്യം വീട്ടിലുള്ളവരും സമ്മതിക്കത്തില്ല, അവളുടെ അപ്പൂപ്പനും അമ്മമ്മയൊന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ വെട്ടിക്കളയാറില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെ പിള്ളേരുടെ ഇഷ്ടമല്ലേ, അവർക്ക് ഈ ഒരു പ്രായത്തിൽ അങ്ങനെയൊക്കെ നടക്കാൻ ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പം ഞാനും വിചാരിച്ചു അവളുടെ ഒരു ഇഷ്ടത്തിനൊക്കെ ചെയ്യട്ടെ കാര്യങ്ങൾ. മുടിയല്ലേ, അതിപ്പം നമുക്ക് ഈ പാരമ്പര്യമായിട്ടൊക്കെ കുറച്ചുള്ളവരാണ്, അതുകൊണ്ട് തന്നെ വളർന്നോളും. പിന്നെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ച് മുടി വേണം അല്ലെങ്കിൽ ലോങ് ഹെയർ തന്നെ കൊണ്ടു നടക്കണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ ഹെയറൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. ഒരു സ്പായൊക്കെ കഴിഞ്ഞിട്ട് ഹെയർ വാഷൊക്കെ കഴിഞ്ഞു. അതിനുശേഷം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളൊരു ലുക്കാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ പൊതുവേ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് കുറവാണ്. സെറ്റ് ചെയ്യണമെന്ന് പറയുന്നവർക്ക് മാത്രമേ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ എനിക്കങ്ങനെ പൊതുവേ ഒരുപാട് ഹീറ്റ് നമുക്ക് ഹെയറിലോട്ട് കൊടുക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഇതിപ്പം സെറ്റ് ചെയ്ത് തരണം എന്ന് നമ്മൾ പറഞ്ഞു അവളോട്. അപ്പോൾ അതുകൊണ്ട് അവൾക്കത് ഇഷ്ടമായതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവരതങ്ങനെ സെറ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ. ആൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ആ മുഖത്തെ ചിരി കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷോർട്ട് ഹെയർ ആയിട്ട് വെട്ടിയപ്പോഴത്തേക്കിന് ചേരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരുപാട് കോല് പോലെ കുറേ മുടി കിടക്കുന്നതിനെക്കാട്ടിലും ബെറ്ററാണ് ഒന്ന് ട്രിമ്മാക്കി കൊടുത്തിട്ട് നമ്മൾ ഒരു കൺവീനിയൻ്റ് ആയിട്ട് ഹെയർ നല്ല രീതിക്ക് കൊണ്ടുപോകണത്. ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പോൾ അവൾക്കും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തായാലും അവളുടെ ഒരു വിഷ് ലിസ്റ്റിലെ ഒരു ആഗ്രഹം നടത്തി കൊടുത്തു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത എന്തൊക്കെയോ പറയുന്നുണ്ട്, അടുത്ത അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. കളറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സമയത്ത് ഞാൻ ഹെയർ കളർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവരുടെ സ്കൂളിൽ കോൺവെൻറ്റ് സ്കൂളായതുകൊണ്ട് തന്നെ സ്കൂളിൽ നല്ല ബുദ്ധിമുട്ടായി. അവസാനം കളർ റിമൂവ് ചെയ്യാൻ പറഞ്ഞു. ഒരുവിധം ഞാൻ അവരെ പറഞ്ഞൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്ന് സമാധാനിപ്പിച്ചൊക്കെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി കളർ ചെയ്യുക എന്നുള്ളത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. +2 ഒക്കെ കഴിഞ്ഞപ്പോൾ +1 ആയിട്ടുണ്ട്. +2 ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു 1 ഇയർ കൂടെ അങ്ങനെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കളറിങ്ങൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി. അതിനുശേഷം ഞങ്ങളൊരു അടുത്തത് ഇതൊരു നൈറ്റ് ഔട്ടിംഗ് ആണ് കേട്ടോ. ഞങ്ങളൊരു നൈറ്റ് ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് ഈ പതിവുള്ളതാണ് നൈറ്റിൽ എവിടെയോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ ഉള്ളത് ഒരു ശീലമാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ പിന്നെ രാത്രിയിലൊന്ന് ലുലുവിൽ വരെ പോയി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടിയെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല തിരക്കായിരുന്നു വൈകുന്നേരം സമയം എന്ന് വെച്ചാൽ. ട്രിവാൻഡ്രത്ത് ഉള്ള തിരക്ക് എന്താണെന്ന് ഉള്ളവർക്കറിയാം, ട്രിവാൻഡ്രത്തുള്ളവർക്കറിയാം, നല്ല തിരക്കായിരുന്നു. അതായത് ലുലുവിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ പാർക്കിങ്ങിനകത്ത് പാർക്ക് ചെയ്യാൻ കയറ്റിയാൽ പാർക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ആ പാർക്കിങ്ങിൽ തന്നെ ഒരു 1.5 മണിക്കൂർ കിടക്കണം. അത്രയും സമയം എടുത്താലേ ഇത് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പുറത്ത് പാർക്ക് ചെയ്തിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്താണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്നകത്ത് കയറുകയാണ് ചെയ്തത്. നേരെ പോയത് ഫുഡ് കോർട്ടിലോട്ടാണ്. ഫുഡ് കോർട്ടിൽ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 7 മണി 7:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തെങ്കിലും കഴിച്ചിട്ടാകുമ്പോഴത്തേക്കിനും നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പർച്ചേസിങ്ങിന് ബാക്കിയൊക്കെ പോയി കഴിഞ്ഞാലും ടൈം കുറച്ചധികം എടുത്താലും പ്രശ്നമില്ല. പിന്നെ നമുക്ക് വീണ്ടും വന്നിട്ട് ഫുഡിനായിട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടൻ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുന്നു. പൂരി മസാല മേടിച്ചു. എനിക്ക് പൂരി മസാല മേടിച്ചു, ചേട്ടനും പൂരി മസാല മേടിച്ചു, മോൾക്ക് നെയ്റോസ്റ്റ്. അങ്ങനെ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. ഒരുപാട് നമ്മളെല്ലാം നൈറ്റ് അങ്ങനെ ഒരുപാട് ഹെവി ആയിട്ടൊന്നും കഴിക്കലില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു, അത് കഴിച്ചിട്ട് നേരെ പോയത് നമ്മുടെ മിനിസോയിലേക്കാണ്.
മോള് കുറച്ചായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിനിസോയിൽ പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്നാൽ പിന്നെ ഒന്ന് കയറിയേക്കാം, എന്തായാലും സമയമുണ്ടല്ലോ, അങ്ങനെ കയറിയേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയാണ് നല്ല രസമാണ് കേട്ടോ, നല്ല നല്ല ഒരുപാട് ക്യൂട്ടായിട്ടുള്ള കുട്ടി കുട്ടി ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എന്തോ ഒരു മായാലോകത്ത് നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. ഇതൊക്കെ കാണുമ്പം നമ്മളൊക്കെ എത്ര വലുതായെന്ന് പറഞ്ഞാലും ശരി, ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കൊക്കെ ഇത് ഭയങ്കര സന്തോഷമാണ്, ഇതൊക്കെ കാണുന്നതിനൊരു സന്തോഷമാണ്. അപ്പോൾ പിന്നെ മേടിച്ചും കൂടെ തരുമ്പോൾ പറയണ്ടല്ലോ. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടാണ് കയറിയതെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് ഞാനാണ് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിന്നിട്ട് എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ നിനക്ക് മേടിക്കാൻ വന്നതാണോ കൊച്ചിന് മേടിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അതെന്താ, നമുക്ക് മേടിച്ചുകൂടി? ഇല്ലേ, നമുക്കും ഇതൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് പറയുന്നതാണ്, എന്താ പറയുക. അങ്ങനെ ഞാൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചു, പക്ഷേ വാങ്ങിച്ചു തന്നില്ല. എന്ത് ചെയ്യാനാ, കൊച്ചിന് മേടിച്ചു കൊടുത്തു, എനിക്ക് മേടിച്ചു തന്നില്ല. അപ്പോൾ ഇത് എനിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പാവേനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ടെഡി ബിയേഴ്സിനെ ഇതിനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതരം ക്രേസാണ്. നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ള കൊച്ചു കുട്ടി പുറച്ചാടും എന്ന് പറയുന്നത് സത്യമാണ്. അപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്, എനിക്കിഷ്ടപ്പെട്ടതിനെയൊക്കെ എടുത്ത് കാണിക്കുകയാണ്. വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു, വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞു. ഇതിനൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. അയ്യോ, നമ്മൾ ചെറിയൊരു പാവേനെ എടുത്തിട്ട് അതിന് 1000 എബോവ് ഒന്നുണ്ടായിരുന്നു റേറ്റ്. എല്ലാത്തിനും നല്ല, അവിടെ മിനിസോയിൽ അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. അപ്പം റേറ്റ് ഉണ്ട്, എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. എല്ലാം വളരെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത്. വലിയ ബിഗ് അങ്ങനത്തെ ഒന്നുമില്ല, ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം ഉള്ളത്. അപ്പം അത് പിന്നെ അതിന് നല്ല റേറ്റും ഉണ്ട്, അത്യാവശ്യം നല്ല റേറ്റാണ് എല്ലാത്തിനും. അങ്ങനെ പാവകളെയൊക്കെ കണ്ടു. അപ്പോൾ എന്നിലെ നാഗവല്ലി ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കിന് സാധാരണ ഈ കമ്മൽ മാല വള ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്കിങ്ങനെ വരാറ്. അപ്പോൾ അത് ഇത് കണ്ടപ്പോൾ അതുപോലെ കണ്ടപ്പോൾ ചേട്ടന് മനസ്സിലായി പണി കിട്ടുമെന്ന് മനസ്സിലായി. അപ്പം വിചാരിച്ച് പെട്ടെന്ന് എന്താ വെച്ചാൽ വാങ്ങിച്ചിട്ട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ഈ കട മുഴുവൻ തൂത്ത് വരുമെന്ന് മനസ്സിലായി. അങ്ങനെ ഓരോന്നിനെ കാണുമ്പോൾ ഓരോ ഇഷ്ടമേ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്, അയ്യോ അതെടുക്കുമ്പോൾ അത് ഭംഗിയുണ്ട്, ഇതെടുക്കുമ്പോൾ ഇത് ഭംഗിയുണ്ട്, ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ. അപ്പം എൻ്റെ ആമ, എൻ്റെ മുയൽ, എൻ്റെ കാക്ക, എൻ്റെ കൊക്ക്, എൻ്റെ കുരങ്ങൻ, അങ്ങനെ എല്ലാം ഉണ്ട്. എന്താ ചെയ്യുക, ഒന്നും വാങ്ങിച്ചു തന്നില്ല. പിന്നെ ഞാൻ അവളുടെ പിറകെ നടക്കുക, നീയെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുക്കും. ഞാൻ പറയണത് അവൾ എടുക്കത്തേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവളുടെ പിന്നാലെ നടക്കുകയാണ്, നീ അതെടുക്കുക, നീ ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം ഒന്ന് രണ്ട് ടെഡി ബിയറിനെ ഇതിനെയൊക്കെ എന്തൊക്കെയോ എടുത്തു ഒരുവിധം അത്യാവശ്യം നല്ലൊരു ബില്ലൊക്കെ അടിച്ച് കൊടുത്തിട്ട് പോരുന്നു അവിടുന്ന് എന്തായാലും. അങ്ങനെ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ ഈ കുട്ടി പെൺകുട്ടികൾക്കുള്ള ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ മിനി പേഴ്സുകൾ, സ്പെക്സുകൾ, പിന്നെ നമ്മുടെ വാട്ടർ ബോട്ടിൽസ്, അങ്ങനെ ബോ അങ്ങനെ വരുന്ന സാധനങ്ങൾ, പിന്നെ നമ്മുടെ മഗ്ഗുകൾ, അങ്ങനെ വരുന്ന ഒരുപാട് സാധനങ്ങൾ. ഞാൻ ഈ സാധനം മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് കയറി എക്സ്പ്ലോർ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു സ്റ്റോറിൻ്റെ ആ ഒരു ഭംഗി ഭയങ്കര രസമുണ്ട്. ഒരുപാട് സാധനങ്ങൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധനങ്ങൾ വരെ അതിനകത്തുണ്ട് കേട്ടോ. ഒരുപാട് വലിയ സ്റ്റോറൊന്നും അല്ലെങ്കിലും ആ ഉള്ള സ്റ്റോറിനകത്ത് അവരെല്ലാം നല്ല നീറ്റാക്കി ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷേ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ വേണം, അതാണ് പ്രശ്നം. അങ്ങനെ കയറി ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കുകയാണ്. അപ്പോൾ ഓരോന്ന് നോക്കുമ്പോഴും ചേട്ടൻ പറയും, ഇതെന്തിനാണെന്ന് ചോദിക്കും. കാര്യം ഞാനിതൊക്കെ പറക്കി തുടങ്ങി കഴിഞ്ഞാലേ അവിടുന്ന് പിന്നെ ചേട്ടനെ അവിടെ നിർത്തിയിട്ട് പോരേണ്ടി വരുവേ, അതുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം ഞങ്ങൾ രണ്ടിനെയും കൊണ്ട് ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, വാ നമുക്ക് ഹൈപ്പർ മാർട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഹൈപ്പർ മാർട്ടിലോട്ടാണ് കേട്ടോ. ഹൈപ്പർ മാർട്ടിൽ പോകണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യം വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്നാണ് എടുക്കുന്നത്. പൊതുവേ അങ്ങനെയാണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഈ വെജിറ്റബിൾ കട്ട് കിട്ടും. വെജിറ്റബിൾ കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോരൻ, അവിയൽ കട്ട്, തോരൻ കട്ട്, സാമ്പാർ കട്ട്, മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉള്ളത്. എല്ലായിടത്തും അങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, നമ്മളിവിടെ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയും. മെഴുക്കിനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള വെജിറ്റബിൾ കട്ട് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഈ ഒരുപാട് വെജിറ്റബിൾസ് ഒരുമിച്ച് മേടിച്ചിട്ട് പിന്നെ വേസ്റ്റാക്കി കളയുന്നതിനെക്കാട്ടിലും ബെറ്ററാണ് ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1 വീക്കൊക്കെ സുഖമായിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ പൊതുവേ ഹൈപ്പർ മാർട്ടിൽ വരുന്നത് ആ ഒരൊറ്റ കാര്യം ഉദ്ദേശിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതാ നേരെ പോണേ. കാര്യം എനിക്ക് ബാക്കി എന്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വന്നു കഴിഞ്ഞാൽ അതെനിക്ക്
ഞാൻ എപ്പോഴും എടുക്കുന്നൊരു സാധനം അതാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വീട്ടിൽ പെട്ടെന്ന് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അരിഞ്ഞൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ, ഒരുപാട് സമയം എടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വെജിറ്റബിൾ കട്ടായിട്ട്. അത് വേറെ നമ്മുടെ പുറത്തുള്ള ഏതെങ്കിലും പിന്നെ ഹൈപ്പർ മാർട്ടിൽ കിട്ടിയാലും ഞാൻ എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കുറേ എടുത്തു. എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറേ പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാമൊക്കെ എടുത്തിട്ട് തിരിച്ചിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കാറ് ഞങ്ങൾ വെളിയിൽ റോഡിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ആണ്. അപ്പോൾ അവിടെ തന്നെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അകത്തോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് ഇന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല, കാര്യം അത്രത്തോളം തിരക്കായിരുന്നു ലുലുവിൽ. അപ്പം ഇറങ്ങാനും നല്ല ക്യൂ ആണ്, കാര്യം പേ ചെയ്തിട്ടൊക്കെ ഇറങ്ങുമ്പം ക്യൂ ആണ്, കയറാനും അതുപോലെ ക്യൂ ആണ്. അപ്പോൾ അത്രയും ടൈം നമ്മുടെ പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ പുറത്തിട്ടിട്ട് പോയി. നേരെ പോയി വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മണി എന്തോ ആയി, 10-10:30 എന്തോ ആയിട്ടുണ്ട് രാത്രിയിൽ. അങ്ങനെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഉടനെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.